ഹേയ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ? നിങ്ങളുടെ വീട്ടിലേക്ക് ആരെങ്കിലും കയറി വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, ഈ ഒരു വീട്ടിൽ കയറുമ്പോൾ തന്നെ ഒരു സമാധാനം തോന്നുന്നു, അല്ലെങ്കിൽ ഈ ഒരു വീട്ടിൽ എപ്പോഴും സന്തോഷമാണല്ലോ എന്ന്? അങ്ങനെ പറയാൻ കാരണം എന്താണ്? അത് വലിയ വീടായതുകൊണ്ടാണോ, അല്ലെങ്കിൽ വില കൂടിയ ഫർണിച്ചേഴ്സ് ഉള്ളത് കൊണ്ടാണോ? അല്ല, പലപ്പോഴും ഒരു വീടിൻ്റെ അന്തരീക്ഷം തീരുമാനിക്കുന്നത് ആ വീട്ടിലെ സ്ത്രീകളാണ്. അവൾ രാവിലെ എങ്ങനെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നു, എങ്ങനെ സംസാരിക്കുന്നു, എങ്ങനെ പെരുമാറുന്നു, എങ്ങനെ അള്ളാഹുമായി ബന്ധം കാത്തു സൂക്ഷിക്കുന്നു, ഇതെല്ലാം ചേർന്നതാണ് ഒരു വീട് സ്വർഗത്തിൻ്റെ ഒരു ഭാഗമാകുന്നത്. പക്ഷേ ഇന്നത്തെ ലൈഫിൽ പല വീട്ടമ്മമാരും ഒരു കാര്യമാണ് പറയുന്നത്: ദിവസം മുഴുവൻ ഓടുകയാണ്, മനസ്സിന് ഒരു സമാധാനമില്ല എന്ന്. ജോലികൾ തീരുന്നില്ല, ക്ഷീണം മാറുന്നില്ല, വീട്ടിൽ ബറക്കത്ത് കുറഞ്ഞു പോയതുപോലെ തോന്നുന്നു എന്ന്. അങ്ങനെയെങ്കിൽ ഒരു മുസ്ലിം സ്ത്രീയുടെ ദിവസം എങ്ങനെ ക്രമീകരിക്കണം, എങ്ങനെ പ്രൊഡക്റ്റീവ് ഡേ ആക്കണം, രാവിലെ മുതൽ രാത്രി വരെ എന്തൊക്കെ ശീലങ്ങൾ ഉണ്ടായാൽ ആ ഒരു വീട്ടിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങും എന്നൊക്കെയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. വീട് സ്വർഗമാക്കാൻ വീട്ടമ്മമാർക്കൊരു ഡെയിലി ചാർട്ട്. ഇത് വെറും ചുമരിൽ തൂക്കി വയ്ക്കാനുള്ളൊരു ചാർട്ടല്ല, ഓരോ വീട്ടമ്മമാരും ഹൃദയത്തിൽ എഴുതി ലൈഫിൽ പ്രാക്ടിക്കലാക്കേണ്ട ഒരു റുട്ടീനാണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. രാവിലെ കണ്ണു തുറക്കുന്ന നിമിഷം മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ഒരു സ്ത്രീ തൻ്റെ വീടിനെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിറഞ്ഞ വീടാക്കാൻ എന്തൊക്കെ മനസ്സിൽ സൂക്ഷിക്കണം എന്നതാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു ദിവസം തുടങ്ങേണ്ടത് തന്നെ അള്ളാഹുവിൻ്റെ നാമത്തിലാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മറ്റെന്തിനേക്കാളും മുന്നേ മനസ്സിനെ ഉണർത്തേണ്ടത് അള്ളാഹുവിനെ ഓർത്തുകൊണ്ടാണ്. ഉറക്കമുണർന്ന ഉടൻ തന്നെ അള്ളാഹുവിനെ സ്തുതിക്കുക. അൽഹംദുലില്ലാ എന്ന് പറയുന്ന ആ ഒരു ചെറിയ വാക്ക് പോലും ഒരു ദിവസത്തിൻ്റെ അനുഗ്രഹത്തിന് തുടക്കമാകും. തുടർന്ന് ഫജ്ർ നമസ്കരിക്കുക. ഒരു വീട്ടിൽ ഫജ്ർ നിസ്കാരം കൃത്യമായി നടക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വീട്ടിൽ അള്ളാഹുവിൻ്റെ പ്രത്യേക അനുഗ്രഹമുണ്ടാകും. പലപ്പോഴും വീട്ടിലെ മറ്റുള്ളവർക്ക് പ്രചോദനമാക്കുന്നത് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ആക്കുന്നത് വീട്ടമ്മയാണ്. അവൾ എഴുന്നേൽക്കുമ്പോൾ ഭർത്താവും മക്കളും എഴുന്നേൽക്കാൻ പോസിബിലിറ്റീസ് കൂടുതലാണ്. ഫജ്റിന് ശേഷം കുറച്ച് സമയം ഖുർആനിനൊപ്പം ചെലവഴിക്കുക. ഒരു പേജ് മാത്രം വായിച്ചാലും മതി, ഒരു ആയത്ത് മാത്രം മനസ്സിലാക്കിയാലും മതി. കാരണം ഖുർആൻ പാരായണം ചെയ്യുന്ന വീട്ടിൽ മനസ്സുകൾ ശാന്തമാകും. അതിനുശേഷം വീട്ടിലെ ജോലികൾ ആരംഭിക്കുക. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത്, ജോലി ചെയ്യുന്നത് വെറും ജോലി എന്ന നിലയിൽ കാണരുത്. ഭക്ഷണം പാകം ചെയ്യുമ്പോൾ പോലും എൻ്റെ കുടുംബത്തിന് ഹലാലായ ഭക്ഷണം ഒരുക്കുകയാണ്, അല്ലാഹുവേ നീ ഇത് സ്വീകരിക്കണമേ എന്ന നിയത്തുണ്ടെങ്കിൽ സാധാരണ വീട്ടുജോലികൾ പോലും ഒരു ഇബാദത്തായി മാറും. എത്ര മനോഹരമാണ് ഇസ്ലാം! ഓരോ നല്ല നിയത്തിനും പ്രതിഫലം നൽകുന്ന മതം. വീട്ടിൽ ആരെങ്കിലും എഴുന്നേറ്റ് വരുമ്പോൾ ആദ്യമായി നൽകേണ്ടത് ഒരു പുഞ്ചിരിയാണ്. ചില വീടുകളിൽ രാവിലെ തന്നെ മുഖം കറുപ്പിച്ച് സംസാരിക്കാൻ തുടങ്ങും. ആ ഒരു നിമിഷം കൊണ്ട് മുഴുവൻ ദിവസത്തിൻ്റെ സന്തോഷവും നഷ്ടപ്പെടും. ഒരു നല്ല വാക്ക്, ഒരു പുഞ്ചിരി, ഒരു സ്നേഹത്തോടെയുള്ള നോട്ടം, ഇവയ്ക്ക് പണത്തിൻ്റെ ചെലവില്ല, പക്ഷേ അതിൻ്റെ റിസൾട്ട് എന്നത് വളരെ വലുതാണ്. വീട്ടിൽ സംസാരിക്കുമ്പോൾ ശബ്ദമുയർത്താതെ സംസാരിക്കാൻ ശ്രമിക്കുക. വാക്കുകൾക്ക് മുറിവേൽപ്പിക്കാൻ കഴിയും. കത്തി കൊണ്ടുണ്ടായ മുറിവ് പെട്ടെന്ന് ഉണങ്ങും, പക്ഷേ വാക്കുകൾ കൊണ്ടുണ്ടായ മുറിവ് ചിലപ്പോൾ വർഷങ്ങളോളം മാറാതെ കിടക്കും. അതുകൊണ്ട് ഓരോ വാക്കും പറയുന്നതിന് മുൻപ് മനസ്സിലൊരു ചോദ്യം ചോദിക്കുക: ഇത് അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന വാക്കാണോ എന്ന്. ഇനി വീട്ടിലെ വൃത്തിയുടെ കാര്യത്തിലേക്ക് വരാം. വീട് വൃത്തിയായി സൂക്ഷിക്കുന്നത് ആരോഗ്യത്തിന് മാത്രമല്ല, മനസ്സിനും സന്തോഷം നൽകും. എല്ലാം ആഡംബരമാക്കണമെന്നില്ല. ചെറിയ വീടായാലും വൃത്തിയായി സൂക്ഷിച്ചാൽ അതിന് പ്രത്യേക സൗന്ദര്യമുണ്ട്. മക്കളോട് സമയം ചെലവഴിക്കുക. അവർക്കായി വില കൂടിയ കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതിനേക്കാൾ വിലപ്പെട്ടതാണ് അവരുടെ കൂടെ ഇരുന്ന് സംസാരിക്കുന്നത്. അവരെ ഖുർആൻ പഠിപ്പിക്കുക, നല്ല കഥകൾ പറഞ്ഞു കൊടുക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലൈഫ് പരിചയപ്പെടുത്തുക, അവരുടെ ഹൃദയത്തിൽ അള്ളാഹുവിനോടുള്ള സ്നേഹം വളർത്തുക. ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ പരാതികളുടെ വലിയ ലിസ്റ്റ് തുടങ്ങരുത്. അദ്ദേഹവും ഒരു ദിവസവും മുഴുവൻ പല ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടാകാം വീട്ടിലേക്ക് എത്തുന്നത്. അദ്ദേഹത്തിന് ആദ്യം സമാധാനം അനുഭവപ്പെടണം. ഒരു ഗ്ലാസ് വെള്ളം, ഒരു പുഞ്ചിരി, ഒരു സ്നേഹമുള്ള ചോദ്യം: ക്ഷീണിച്ചോ എന്ന്. ഈ ഒരു ചോദ്യം പോലും ബന്ധങ്ങളെ ശക്തമാക്കും. ഇതിനർത്ഥം സ്ത്രീകൾക്ക് ഒരിക്കലും ബുദ്ധിമുട്ടുകളില്ല എന്നതല്ല,
അവൾക്കും ക്ഷീണമുണ്ട്, അവൾക്കും വിഷമങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ പരസ്പരം ആശ്വാസമാകുന്ന കുടുംബമാണ് ഏറ്റവും മനോഹരമായ കുടുംബം. അയൽവാസികളെ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഒരു നല്ല വാക്ക്, ഒരു ചെറിയ സഹായം, ഒരു ദുആ, ഇതെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെ വിലപ്പെട്ടതാണ്. ഉച്ചയ്ക്ക് ശേഷം സമയം ലഭിച്ചാൽ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. അസ്തഗ്ഫിറുല്ലാ എന്നൊരു വാക്ക് ഹൃദയത്തിലെ പൊടികൾ തുടച്ചു നീക്കും. അതുപോലെ ഈവനിങ് സമയത്ത് മക്കളെ ശ്രദ്ധിക്കുക. വീട്ടിൽ ദിക്റിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കുക. ടിവിയുടെയും ഫോണിൻ്റെയും ശബ്ദത്തേക്കാൾ മനോഹരമാണ് ഖുർആനിൻ്റെ ശബ്ദം. സോഷ്യൽ മീഡിയയ്ക്ക് സമയം മാറ്റിവെക്കുക. പക്ഷേ അതൊരിക്കലും കുടുംബത്തിൻ്റെ സമയം മോഷ്ടിച്ചുകൊണ്ടായിരിക്കരുത്. നമ്മുടെ കയ്യിലെ ഫോൺ നമ്മുടെ മനസ്സിനെ ഒരിക്കലും നിയന്ത്രിക്കരുത്. രാത്രി എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ കഴിയുമെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമാണ്. ആ ഒരു സമയത്ത് വഴക്കുകൾ പറയാതെ, കടുപ്പിച്ച സംസാരങ്ങൾ ഉണ്ടാകാതെ സന്തോഷം പങ്കിടാൻ ശ്രമിക്കുക. ആർക്കെങ്കിലും തെറ്റ് പറ്റിയാൽ ഉടനെ കുറ്റപ്പെടുത്തുന്നതിന് പകരം മാപ്പ് നൽകാൻ പഠിക്കുക. മാപ്പ് നൽകുന്ന വീടുകളിൽ സമാധാനം വളരും. ഉറങ്ങുന്നതിന് മുൻപ് ഒരു ചെറിയ ആത്മപരിശോധന നടത്തുക. ഇന്ന് ഞാൻ ആരെയെങ്കിലും വേദനിപ്പിച്ചോ, ആരോടെങ്കിലും മോശമായി സംസാരിച്ചോ? ശേഷം അള്ളാഹുവിനോട് ആത്മാർത്ഥമായി തൗബ ചെയ്യുക. നാളെ കൂടുതൽ നല്ല മനുഷ്യനാകാൻ തീരുമാനിക്കുക. ഉറങ്ങുന്നതിന് മുൻപ് ഖുർആനിൽ നിന്നോ ദിക്റുകളിൽ നിന്നോ നമുക്ക് അറിയാവുന്നവ ഓതുക. അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൽ രാത്രി ഏൽപ്പിക്കുക. ഫ്രണ്ട്സ്, വീട് സ്വർഗമാകുന്നത് ഒരു ദിവസത്തിലൂടെ സംഭവിക്കില്ല. പക്ഷേ ഓരോ ദിവസവും ചെറിയ ചെറിയ നല്ല ശീലങ്ങൾ ചേർന്നാൽ ഒരു ദിവസം ആ ഒരു വീട്ടിലേക്ക് കടന്നു വരുന്ന എല്ലാവർക്കും ഒരു സമാധാനം അനുഭവപ്പെടും. അതാണ് യഥാർത്ഥത്തിലുള്ള സക്സസ്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല, നമ്മൾ ഇല്ലാതായ ശേഷവും ആളുകൾ പറയണം, ആ ഒരു വീട്ടമ്മ അല്ലെങ്കിൽ ആ ഒരു സ്ത്രീ ആ വീട്ടിലുണ്ടായിരുന്നപ്പോൾ എത്ര ബറക്കത്തായിരുന്നു എന്ന്. അതിലും വലിയ പ്രശംസ വേറെയില്ല. അള്ളാഹു നമ്മുടെ വീടുകളെ സമാധാനത്തിൻ്റെ വീടുകളാക്കട്ടെ. നമ്മുടെ ഹൃദയങ്ങളിൽ ഈമാൻ വർദ്ധിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.